അമേരിക്കയിൽ ഷട്ട്ഡൌണിനെ തുടർന്ന് വ്യോമഗതാഗത മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. ഇന്നും 1300-ലേറെ വിമാനങ്ങൾ റദ്ദാക്കി. ശമ്പളം മുടങ്ങിയതോടെ എയർ ട്രാഫിക് കൺട്രോളർമാർ കൂട്ടത്തോടെ അവധിയിൽ പ്രവേശിച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത്. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, നിലവിലെ സാഹചര്യം എന്താണ്? ശ്രുതിക്ക് ഇത്ര സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു പ്രത്യാഘാതമാണ് അമേരിക്കയിലെ ഷട്ട് ഡൗൺ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അത് വ്യോമ ഗതാഗത മേഖലയെയും സാരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. 40 വിമാനത്താവളങ്ങളിലായി ഏതാണ്ട് 1300-ലേറെ വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയിരിക്കുന്നത്. നിരവധി വിമാനങ്ങൾ വൈകുന്നുണ്ട്. പ്രധാനമായും ആഭ്യന്തര വിമാന സർവീസുകളെയാണ് ഇത് ബാധിക്കുന്നത്. എങ്കിൽ പോലും ചില അന്താരാഷ്ട്ര വിമാന സർവീസുകളെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എയർ ട്രാഫിക് കൺട്രോളർമാർ കൂട്ടത്തോടെ അവധിയെടുത്തതാണ് ഈ ഒരു പ്രശ്നം സങ്കീർണമാക്കിയത്. കാരണം അവർക്ക് കഴിഞ്ഞ 39 ദിവസമായി ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 39 ദിവസമായിരിക്കുന്നു അമേരിക്കയിൽ ഷട്ട് ഡൗൺ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ശമ്പളമില്ലാതായതോടെ ഇവരെല്ലാം കൂട്ടത്തോടെ അവധിയെടുക്കുന്നു, മറ്റു ജോലികളിലേക്ക് പോകുന്നു. ഇതോടുകൂടി വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാവുകയും ഇങ്ങനെ നിർബന്ധിതാവസ്ഥയിലേക്ക് എത്തുകയുമായിരുന്നു വിമാന സർവീസുകൾ റദ്ദാക്കാൻ. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി, ഷട്ട് ഡൗൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി വലിയ കൂടിയാലോചനകളാണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ വീക്കെൻഡുകളിൽ വലിയ ചർച്ചകളൊന്നും, സെനറ്റ് യോഗങ്ങളൊന്നും ചേരാറില്ല. പക്ഷേ ഇന്നലെ അസാധാരണ യോഗം സെനറ്റിൻ്റേത് ചേർന്നു. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടി ഒരു സമവായ ഫോർമുല മുന്നോട്ട് വെച്ചിരുന്നു. ഹെൽത്ത് കെയറിലെ ഫണ്ടിങ് അല്പം വർദ്ധിപ്പിച്ചാൽ 1 വർഷത്തേക്ക് കൂടി അതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നീട്ടുകയാണെങ്കിൽ ഒരു സമവായത്തിന് തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടി അതിന് തയ്യാറായിട്ടില്ല. വിശദാംശങ്ങൾ നൽകിയത്.